നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രാഷ് ആവുക, സ്റ്റക്ക് ആവുക, ഇങ്ങനെയൊക്കെ ഉണ്ടായി നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? ഒബ്വിയസ്ലി ആ കമ്പനിയെ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്, ഇതൊന്നും ചെക്ക് ചെയ്യാതെയാണ് ഇവർ ഇറക്കുന്നതെന്ന്. പക്ഷേ ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഫീൽഡ് തന്നെയുണ്ട്. അതിൽ നിരവധി പ്രൊഫഷണൽസും ഉണ്ട്. ഈ ഒരു ഫീൽഡിനെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ്. ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് ഒരു വീട് ഉണ്ടാക്കുന്നത് പോലെയാണെന്ന് ചിന്തിക്കുക. ആ വീട് ഉണ്ടാക്കുന്നതിന് കൃത്യമായ പ്ലാൻ ഉണ്ടാകും. ആ പ്ലാനിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. ആ പ്ലാൻ അനുസരിച്ചിട്ടാണോ മുമ്പോട്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ രീതി. ഇതുപോലെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിലെ ഓരോ ഫേസിലും ഓരോ സെഗ്മെന്റിലും ഫീച്ചറുകളും നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഈ ഒരു ഇവാലുവേഷനും ടെസ്റ്റിംഗും ഒക്കെ അടങ്ങുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും നമ്മൾ കൊടുക്കുന്ന ഡേറ്റകൾ ചോർന്നു പോകുന്നതും ക്രാഷ് ആവുന്നതും ഒക്കെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യും ഒരിക്കലുമില്ല. ആപ്പുകളിലെ ബഗ്ഗുകളെ കണ്ടെത്തി അത് പരിഹരിച്ച് യൂസർ ഫ്രണ്ട്ലി ആക്കിയ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തുന്നത്? ഈ ഡിജിറ്റൽ യുഗത്തിൽ ഓരോ പ്രോബ്ലത്തിനും സൊല്യൂഷനായി അനവധി സോഫ്റ്റ്വെയറുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ യുണീക്കായ പല അപ്രോച്ചുകളിലൂടെയാണ് ഇത് ബിൽഡ് ചെയ്തു വരുന്നത്. അത് നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലും കാണുന്നുണ്ട്. പല കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്, പല രീതിയിലാണ് അത് ചെയ്യുന്നത്. ലോഗിൻ മുതൽ ഗ്ലിച്ചസ്, നാവിഗേഷൻ, മറ്റ് ഫീച്ചേഴ്സ്, അങ്ങനെ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗുകൾ നടത്താം. അതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് മാനുവൽ ടെസ്റ്റിംഗ് നടത്താം, അല്ലെങ്കിൽ സ്പെഷ്യൽ ടൂൾസ് ഉപയോഗിച്ച് ഓട്ടോമേഷൻ ടെസ്റ്റിംഗും നടത്താം. പ്രധാന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് രീതികളിലൊന്നാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. ഇതിലൂടെ സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ ടെസ്റ്റ് ചെയ്യുന്നു. അടുത്തത് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. ഇതെന്ന് വെച്ചാൽ മൊത്തം സിസ്റ്റംസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ്. പിന്നീടുള്ളത് എൻഡ് യൂസറിന്റെ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ്. ഇതൊക്കെ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനും എൻഡ് യൂസർ നമ്മളിൽ എത്തിക്കാനും ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തത് എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്? കൃത്യമായ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തിയ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ യൂസർ ഹാപ്പി ആയിരിക്കും, അതിൽ ക്രാഷസും കുറവായിരിക്കും. ഇതിലൂടെ അത് ബിൽഡ് ചെയ്ത കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡിന് പണം, സമയം ഇതൊക്കെ ലാഭിക്കാം. ഇതാണ് കമ്പനികളിൽ യൂസേഴ്സിന് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വെറും ബഗ് കണ്ടുപിടിക്കൽ മാത്രമല്ല, ഒരു കരിയർ ഗ്രോത്തിനും വലിയ കമ്പനികൾ ജോലി നേടുന്നതിനും പറ്റിയൊരു ഫീൽഡ് കൂടിയാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്പുകളും യൂസർ ഫ്രണ്ട്ലി ആക്കാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾക്കായി ഫോളോ ചെയ്യൂ മാർക്രാൻസ് ഇൻഫോടെക്.